എല്ലാവരും എന്തെടുക്കുന്നു? സുഖല്ലേ? ഞാനിവിടെ സുഖമായിരിക്കുന്നു. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്നെ നിങ്ങൾക്ക് മാക്സിമം തരാൻ പറ്റുന്ന സപ്പോർട്ട് തന്ന് എന്താ പറയുക, സപ്പോർട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത് എൻ്റെ കുഞ്ഞ് അനിയത്തിമാർക്കും അനിയന്മാർക്കും ഒക്കെ വേണ്ടിയിട്ടാണ്. എസ്പെഷ്യലി ഇപ്പോൾ SLC +2 ഒക്കെ എക്സാമിന് റെഡിയായി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കാൻ പോകുന്ന മക്കൾക്ക് വേണ്ടിയിട്ടാണ്. എന്താന്ന്, നിങ്ങളൊക്കെ ഇപ്പോൾ കുറച്ച് ടെൻഷനിൻ്റെ വക്കിലേക്ക് എത്താൻ പോവുക. ഇനിയിപ്പോൾ കുറച്ച് മാസം കൂടി കഴിഞ്ഞാൽ പബ്ലിക് എക്സാം വരും. ആദ്യം തന്നെ പറയട്ടെ, ഇതൊന്നും അത്ര വലിയ കാര്യമുള്ള കാര്യമല്ലടോ. എന്താ പറയുക, ഈ ഒരു നിങ്ങൾ കിട്ടുന്ന മാർക്ക് അതൊരു വെറും മാർക്കാണ്. ആ ഒരു 2 ഡിജിറ്റ്സ് നമ്പർ അല്ലെങ്കിൽ ആ ഗ്രേഡ് എന്ന് പറയുന്നത് അത് അത്ര വലിയ സംഭവമൊന്നുമല്ല കേട്ടോ. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുക, ഫുൾ A+ ഉണ്ടായാലും ഒരേ A+ ഇല്ലെങ്കിലും 10th എന്ന് പറയുന്നത് അത് +2 അഡ്മിഷന് വേണ്ടി മാത്രം എടുക്കുന്ന ഒരു കാര്യമാണ്. സോറി, +1 അതായത് +1 ഓർ +2 10th മാർക്ക് എന്ന് പറയുന്നത് +1 ഓർ +2 അഡ്മിഷന് വേണ്ടി മാത്രം നോക്കുന്ന ഒരു കാര്യമാണ്. അല്ലാണ്ട് ടീച്ചേഴ്സൊക്കെ നിങ്ങളെ പറഞ്ഞ് അങ്ങ് പേടിപ്പിക്കും, ഇതാണ് സംഭവം, ഇതാണ് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്നത്. അങ്ങനെ ഒന്നുമില്ല. അതുകൊണ്ട് അതൊന്നും ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കുകയേ വേണ്ട. പക്ഷെ നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യും. ഓക്കെ, അതാണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. നിങ്ങൾക്ക് ആലോചിച്ച് നോക്ക്, ഇപ്പം നല്ലൊരു മാർക്ക് കിട്ടിയെന്ന് പറഞ്ഞ് ആ ഒരു കിട്ടുന്ന മാർക്ക് അത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സക്സസ്സിലൊന്നാണ്. ഫുൾ A+ എന്ന് പറയുന്നത് ജീവിതത്തിൽ നിങ്ങൾക്ക് തുടക്കമാണത്, നിങ്ങളുടെ സക്സസ്സിനുള്ള തുടക്കം. അപ്പോൾ എല്ലാവർക്കും പറ്റുന്ന കാര്യമുള്ളൂ. പിന്നെ ഇപ്പോൾ ഒക്കെ എന്താ പറയുന്നത്, നന്നായി ആൾക്കാർ മാർക്ക് വാരിക്കോരി കൊടുക്കുന്നുണ്ട്. സോ ജസ്റ്റ് ഒന്ന് പരിശ്രമിച്ചാൽ എല്ലാവർക്കും കിട്ടും. അതിൻ്റെ ഇടയിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. കുറച്ച് സ്റ്റഡി ടിപ്സ്, റിവിഷൻ അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഒന്ന് കമൻ്റ് ഇട്ടാൽ മതി. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ വേറെ തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ശ്രമിക്കാം, ഞാൻ ചെയ്യാം. ഓക്കെ, ഇനി എന്താ, എല്ലാവരും നല്ല ഹാപ്പി ആയിരിക്കുക, ഹെൽത്തി ആയിരിക്കുക, നന്നായി വെള്ളം കുടിക്കുക, അതാണ് വേണ്ടത്. എക്സാം തുടങ്ങുന്നതിന് മുന്നേ എന്തായാലും വെള്ളം കുടിക്കണം. എക്സാം ഹാളിൽ വാട്ടർ ബോട്ടിൽ എലൗഡ് ആണെന്ന് എനിക്കറിയില്ല. എലൗഡ് ആണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും വാട്ടർ ബോട്ടിലും കൊണ്ട് മാത്രമേ പെന്നും പെൻസിലും ആ എസെൻഷ്യൽസ് കൂടെ തന്നെ വാട്ടർ ബോട്ടിൽ എന്ന് പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ഉറപ്പായിട്ടും കൊണ്ടുപോവുക. അത് ഫ്രണ്ട്സിൻ്റെ വെള്ളം വിചാരിച്ച് പ്രതീക്ഷിച്ച് നിങ്ങൾ പോകുന്നതിനെ കൊണ്ട് എനിക്കധികം യോജിപ്പില്ല. സോ നിങ്ങൾ നിങ്ങളുടെ ബോട്ടിലും കൊണ്ട് മാത്രം പോവുക. എന്താണെന്ന് വെച്ചാൽ എന്തേലും ഒരു ടെൻഷൻ ഉണ്ടെങ്കിൽ ആ വെള്ളം അങ്ങ് കുടിക്കുമ്പോൾ ആ ടെൻഷൻ അങ്ങ് പതിയെ റിമൂവ് ആയിക്കോളും. സോ നിങ്ങൾ എന്തായാലും വാട്ടർ ബോട്ടിൽ കൊണ്ടുപോകണം. ഇനി അത് അലൗഡ് അല്ലെങ്കിൽ എക്സാം ഹാളിൽ കയറുന്നതിൻ്റെ തൊട്ട് മുന്നേ നിങ്ങളൊരു ഗ്ലാസ് വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ടോയ്ലറ്റ് പോകാൻ കൂടി ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ യൂറിൻ പാസ് ചെയ്യുന്നതിൻ്റെ ടെൻഡൻസി എക്സാം എഴുതുമ്പോൾ വന്നാലുള്ള ബുദ്ധിമുട്ട് അത് വളരെയധികം പ്രശ്നമാവും മക്കളെ. സോ നിങ്ങൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കോപ്പി അടിയന്മാരും കോപ്പി അടിച്ചികളോടും കൂടിയാണ്. നിങ്ങൾക്ക് കോപ്പി അടിക്കണമെങ്കിൽ അടിക്കാം, പക്ഷേ അത് മറ്റുള്ളവർ ഡിസ്റ്റർബ് ചെയ്യരുതെന്ന് മാത്രം. കാരണം എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങളുടെ അറിയുന്ന ആൻസറിനെയും കൂടി ബാധിക്കും. സോ ഫസ്റ്റ് നിങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അറിയുന്ന ആൻസേഴ്സ് ഫുൾ കംപ്ലീറ്റ്ലി എഴുതിയിട്ട് ആ എഴുതി കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റുമെങ്കിൽ ചോദിച്ച് എഴുതുക, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ആദ്യം തന്നെ അറിയാത്ത ക്വസ്റ്റ്യൻസ് ഫുൾ മാർക്ക് ചെയ്തിട്ട് അത് അപ്പുറത്തിരിക്കുന്ന ആളോട് ചോദിച്ച് എഴുതാൻ നിൽക്കരുത്. കാരണം അത് നിങ്ങളുടെ ടൈമും അവരുടെ ടൈമും നിങ്ങളുടെ ടൈമിനെയും അവരുടെ ടൈമിനെയും എഫക്റ്റ് ചെയ്യും. സോ അത് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ എന്താണെന്ന് വെച്ചാൽ നന്നായി വായിക്കുക. ക്വസ്റ്റ്യൻസ് നന്നായി വായിച്ചിട്ട് മാത്രം ആൻസർ ചെയ്താൽ നോക്കുക. കാരണം ട്വിസ്റ്റ് എവിടെ ഉണ്ടാവും. പിന്നെ മാത്രമല്ല, നിങ്ങൾ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ 1ഉം 2ഉം പ്രാവശ്യം വായിക്കുമ്പോൾ നിങ്ങളിലേക്ക് ആൻസറും ബ്രെയിൻ ക്യാച്ച് ചെയ്യാൻ ശ്രമിക്കും.
സോ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായി വായിക്കുക. അറിയില്ലെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് പോലും വിടരുത് മക്കളെ. എല്ലാ ക്വസ്റ്റ്യൻസും എന്തേലുമൊക്കെ എഴുതണം. ഞാൻ പറഞ്ഞു വാല്യുവേഷൻ ഇപ്പം ഭയങ്കര സിമ്പിളായിട്ടാണ് പോകുന്നത്. സോ എന്തേലുമൊക്കെ എഴുതി വെച്ചാൽ നിങ്ങളുടെ ഭാഗ്യത്തിന് നിങ്ങളുടെ പേപ്പർ നോക്കുന്ന ആളുടെ മൂഡ് നല്ലതാണ്, അവരുടെ മനസ്സ് നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് വീഴും. സോ എന്തേലുമൊക്കെ എഴുതണം, എഴുതാതെ ഒരാൾ പോലും വരരുത്. ഇതൊക്കെ ഞാൻ പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ടുള്ള കാര്യം പറയുന്നത്. ആ ടൈമിൽ ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വീഡിയോ നല്ല റീച്ച് കിട്ടുകയാണെങ്കിൽ, നല്ല വ്യൂസൊക്കെ ഉണ്ടെങ്കിൽ, ലൈക്സൊക്കെ ചെയ്യുകയാണെങ്കിൽ ഞാൻ ആ ടൈമും ഇതിനേക്കാളും നല്ല നല്ല ടിപ്സ് വേറെയും പറഞ്ഞു തരുന്നതാണ്. ഞാനിപ്പോൾ കൂടുതലായിട്ട് പബ്ലിക് എക്സാമിലേക്ക് കടക്കുന്നില്ല. ഞാൻ ഇപ്പോൾ ഇത്ര വരെ പറഞ്ഞത് പബ്ലിക് എക്സാമിനെ കോൺസെൻട്രേറ്റ് ചെയ്ത കാര്യങ്ങളാണ്. പക്ഷേ നിങ്ങൾ ക്ലാസ് എക്സാംസിനും അല്ലെങ്കിൽ മോഡൽ എക്സാംസിനൊക്കെ ഇത് യൂസ് ചെയ്യും. ഈ കാര്യം നിങ്ങൾക്ക് യൂസ് ചെയ്യാം, പ്രയോജനപ്പെടുത്താം. സോ ഒരു വേറെ നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരാം. ബൈ.